ഒരേ ഒരു ദർശനം കൊണ്ട് തന്നെ നിരവധി ഭക്തർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിച്ച ലളിതമായ പ്രാർത്ഥനാരീതി. ഗുരുവായൂരിലെ 18 പ്രദക്ഷിണം. ഗുരുവായൂരിൽ ദർശനത്തിനെത്തുമ്പോൾ ഭഗവാന്റെ രുദ്രതീർത്ഥത്തിൽ, അതായത് ക്ഷേത്രകുളത്തിൽ കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തിയ ശേഷം 3 താമരപ്പൂക്കളോ കദളിപ്പഴമോ തുളസിയിലയോ കയ്യിൽ കരുതണം. ആദ്യം തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തിലുള്ള അത്തിമര ഗണപതിക്ക് ഒരു പഴമോ താമരപ്പൂവോ സമർപ്പിക്കുക. അതിനുശേഷം ക്ഷിപ്രഗണപതി മന്ത്രമായ ഗം ക്ഷിപ്രപ്രസാദനായ നമ എന്ന മന്ത്രം ചൊല്ലി ഒരു പ്രദക്ഷിണം വയ്ക്കുക. പിന്നീട് ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ വന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലി ഗുരുവായൂരപ്പന് ഭക്തിപൂർവം ഒരു പൂവോ പഴമോ സമർപ്പിക്കുക. അതിനുശേഷം പുറത്തെ പ്രദക്ഷിണ വഴിയിലൂടെ തെക്കേ നടയിലെത്തി കൂവളത്തിൻ്റെ മുന്നിൽ നിന്ന് ദേവിയുടെ മൂലമന്ത്രം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ചൊല്ലിയതിന് ശേഷം മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് കൂവളത്തിന് പ്രദക്ഷിണമായി വില്വാഷ്ടകമോ മഹാദേവ മന്ത്രമോ അതല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമോ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ച് പടിഞ്ഞാറേ നടയിലൂടെ രുദ്രതീർത്ഥം ചുറ്റി വടക്കേ നടയിലേക്ക് വരുമ്പോൾ നമുക്ക് നാരായണീയം ബുക്ക് സ്റ്റാൾ കാണാം. വിധം എല്ലാവർക്കും അറിയായിരിക്കും. പ്രദക്ഷിണം ചെയ്തു വരുന്ന ഭക്തർക്ക് അവിടെ നിന്ന് പണം കൊടുക്കാതെ തന്നെ ഒരു സമ്പൂർണ്ണ ഭഗവത്ഗീത ലഭിക്കും. ഒരുപാട് പ്രത്യേകതയുള്ള ഈ ഭഗവത്ഗീത വാങ്ങി ഭഗവാന്റെ കൊടിമരത്തിൻ്റെ മുന്നിലോ നാലമ്പലത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ മാറിയിരുന്ന് പ്രാർത്ഥനാപൂർവം ഭഗവത്ഗീതയിലെ വിശ്വരൂപസ്തുതി 11 ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലണം. പേജ് 204. അതിനുശേഷം കയ്യിൽ കരുതിയ തുളസിയിലയോ കദളിപ്പഴമോ താമരമൊട്ടോ ഭഗവാന് സമർപ്പിക്കുക. പിന്നീട് പ്രദക്ഷിണ വഴിയിലൂടെ ഹരിനാമവും സർവസിദ്ധി ശ്രീ രാധാമന്ത്രവും ചൊല്ലി 18 പ്രാവശ്യം ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണം. രാധാമന്ത്രം, അതായത് സർവസിദ്ധി ശ്രീ രാധാമന്ത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രദക്ഷിണം പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. നമ്മുടെ മനസ്സിലെ ഏത് ആഗ്രഹങ്ങളും ഭഗവാൻ നേടിത്തരും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള നാരായണീയ യജ്ഞ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി.